السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم بفضل بسم الله الرحمن الرحيم. الحمد لله الرحمة والزحمة وفي النعمة والنقمة وفي الخير والشر وفي البلاء والعطاء أحمده حمدا دائما لله وأشكره شكرا دائما لله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. وأن المساجد لله فلا تدعوا مع الله أحدا. وقال نبينا وحبيبنا وأسوتنا محمد صلى الله عليه وسلم: من ألف المسجد ألفه الله. صدق رسول الله صلى الله عليه وسلم. കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ അപരാധങ്ങൾക്കും മാപ്പ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബമിത്രാദികൾ, നാമുമായിട്ട് ബന്ധപ്പെട്ടവർ, നമ്മളെ സഹായിച്ചവർ, നമ്മളുമായിട്ട് സഹകരണം പുലർത്തുന്നവർ, ആരെല്ലാം മരണപ്പെട്ട് ഏതെല്ലാം പള്ളികളുടെ ഖബർസ്ഥാനുകളിൽ അന്ത്യവിശ്രമത്തിലാണോ, അള്ളാഹു അവരുടെ ഖബറുകൾ വിശാലമാക്കുകയും സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മളിൽ, നമ്മുടെ കുടുംബാദികളിൽ, നമ്മുടെ കൂട്ടുകാരിൽ രോഗികളായി കഴിയുന്ന എല്ലാവർക്കും അള്ളാഹു സലാമത്ത്, ശിഫാഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സർവ്വ ഖൈറാത്തുകളും എല്ലാവിധത്തിലുള്ള സന്തോഷങ്ങളും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനമായ മസ്ജിദ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സാംസ്കാരിക നിലയങ്ങളാണ്. അഭയകേന്ദ്രമാണ് അള്ളാഹുവിന്റെ പള്ളി എന്നുള്ളത്. പള്ളിയുടെ മഹത്വം മനസ്സിലാക്കി തരാൻ ഒരൊറ്റ ആയത്ത് തന്നെ മതിയാകും എന്നുള്ളതാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ ഭവനമാണ്, അള്ളാഹു പാർക്കുന്ന സ്ഥലമാണ് അള്ളാഹുവിന്റെ പള്ളി എന്നുള്ളത്. ഈ ഒരൊറ്റ വാചകത്തിൽ നിന്ന് തന്നെ പള്ളിയുടെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ വീടിന്റെ അകത്ത് നമ്മൾ വിരിച്ചിട്ടിരിക്കുന്ന ഒരു കാർപ്പറ്റ്, അതേ ക്വാളിറ്റിയിലുള്ള ഒരു കാർപ്പറ്റ് പള്ളിയുടെ അകത്ത് വിരിക്കുമ്പോൾ അതിന് മഹത്വം ഉണ്ടാവുകയാണ്. പള്ളിയുടെ മുറ്റത്ത് കിടക്കുന്ന മണലും കല്ലുകളും പോലും മഹത്തരമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. കാരണം പള്ളിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രത്യേക മഹത്വമുണ്ട്.
അള്ളാഹുവിന്റെ വീടാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പള്ളി അതിന് മഹത്വം ഉണ്ടായത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും മനസ്സിന്റെ അകത്തേക്ക് പള്ളിയിലോട്ട് കടന്നു വരുന്ന ഒരു വിശ്വാസി മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഹദീസ് ഉണ്ട്. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. ഈ നാട്ടിൽ, ഈ പ്രദേശത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഏത് നിലയം എന്നറിയുമോ, ഏത് കെട്ടിടം എന്നറിയുമോ? അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ നയനാനന്ദകരമായ ആകാശ ചുംബിയായ തടിക്കാടുള്ള ഏതെങ്കിലും ഒരു കെട്ടിടമല്ല അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ള കെട്ടിടം. അള്ളാഹുവിന്റെ പള്ളിയാണ്. 5 വഖത്ത് നേരം 5 നേരം വിശ്വാസികൾ കടന്നു വന്ന് സുജൂദ് അർപ്പിക്കുന്ന, സാഷ്ടാംഗം നമിക്കുന്ന, ഇബാദത്തുകൾ ചെയ്യുന്ന അള്ളാഹുവിന്റെ പള്ളിയാണ് അള്ളാഹുവിന് ഈ നാട്ടിൽ, ഈ പ്രദേശത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭവനം. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ഹദീസിനോട് കൂട്ടിച്ചേർത്ത് തന്നെ വിശ്വാസികളെ പഠിപ്പിക്കുകയാണ്, ഈ നാട്ടിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം, അതല്ലെങ്കിൽ ഒരു പ്രദേശത്ത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം, കള്ളം പറഞ്ഞ് പടച്ച റബ്ബിനെ മറന്ന് ശൈത്വാന് വശംവദനായിട്ട് കച്ചവടം ചെയ്യുന്ന ചന്തകളാണ് അള്ളാഹുവിന് ഒരു നാട്ടിൽ ഏറ്റവും വെറുപ്പുള്ള, വിദ്വേഷമുള്ള സ്ഥലമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ വന്നിരിക്കുന്നത്, നമ്മൾ ഈ സഹകരണം പുലർത്തിയിരിക്കുന്നതായ ഈ അള്ളാഹുവിന്റെ ഭവനം, ഈ ഭവനത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഈ പള്ളിയുമായിട്ട് സദാസമയം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു തരുന്നതായ ചില പ്രതിഫലങ്ങൾ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മൻ തവല്ലഅ ഫഅഹ്സന വുളൂഅഹു. ഒരു മനുഷ്യൻ ഏറ്റവും നല്ല രീതിയിൽ വുളൂ എടുത്തു. എവിടെ നിന്ന്? മിൻ ബൈതിഹി, അവന്റെ വീട്ടിൽ നിന്ന്. സുമ്മ അത്തൽ മസ്ജിദ്, എന്നിട്ട് അല്ലാഹുവിന്റെ ഭവനത്തിലോട്ട് എന്തെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യണം എന്ന ലക്ഷ്യത്തോടെ പുറപ്പെട്ടു. നമസ്കരിക്കാൻ വേണ്ടി മാത്രം വരേണ്ട ഭവനമല്ല പള്ളി. ദുആ ചെയ്യണം, കടന്നു വന്നിരിക്കണം, ഒരു 10 തസ്ബീഹ് ചൊല്ലണം, ഖുർആൻ എടുത്തോതണം, നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുക്കണം എന്നൊക്കെ നല്ല നിയ്യത്തോടു കൂടി പള്ളിയിലോട്ട് കടന്നു വരാൻ വീട്ടിൽ നിന്ന് വുളൂ എടുത്തൊരു മനുഷ്യൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഹബീബായ നബിതങ്ങൾ പറഞ്ഞു, ഫഇന്നമാ ഹുവ സാഹിറുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ അതിഥിയാണ്. അവൻ അല്ലാഹുവിന്റെ അതിഥിയാണ്. ഫഹഖുൻ അലൽ മസൂരി അയ്യുക്രിമഹു, ആതിഥേയന്റെ മേലുള്ള ഹക്കാണ്, ബാധ്യതയാണ് അതിഥിയെ ബഹുമാനിക്കുക, മാനിക്കുക, വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. നമ്മൾ അതിഥിയും അള്ളാഹു ആതിഥേയനുമാകുന്ന ഒരു സന്ദർഭമാണ് ഈ പള്ളിയിൽ സംഗമിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് അള്ളാഹു തന്റെ അതിഥിയെ ബഹുമാനിക്കുക? പള്ളിയിലോട്ട് കടന്നു വന്ന അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ, ദുആ ചെയ്യുവാൻ വേണ്ടി കടന്നു വന്ന ഒരു മനുഷ്യനെ അള്ളാഹു എങ്ങനെ ബഹുമാനിക്കുമെന്ന ഹദീസിലൂടെ നബിതങ്ങൾ പറയുന്നു, അവനെന്ത് അള്ളാഹുവിനോട് ദുആ ചെയ്താലും ഇജാബത്തുണ്ട്. അവന്റെ കണ്ണ് നിറഞ്ഞ പടച്ച റബ്ബിനെ സഹിക്കില്ല. അവൻ അള്ളാഹുവിനോട് തേടുന്നതെല്ലാം അള്ളാഹു നിറവേറ്റി കൊടുക്കും. അതാണ് ഒരു ആതിഥേയന്റെ മര്യാദ. അതിഥി വീട്ടിലോട്ട് വന്നാൽ, ഒരാവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറ്റുന്നതാണെങ്കിൽ മാക്സിമം ചെയ്തു കൊടുക്കും. അതൊരു ആതിഥേയന്റെ മര്യാദയാണ്. ആരും പറയാതെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. അള്ളാഹു എന്ന ആതിഥേയൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം, അതിഥിയായ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരം നൽകുന്നു എന്നുള്ളതാണ്. അള്ളാഹു പള്ളിയുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. ഇതിലും വലിയ മഹത്വം വേറെ എന്താ ഉള്ളത്? പടച്ച റബ്ബിന്റെ അതിഥിയാവുക. അതിലും വലിയ മഹത്വം വേറെ എന്താണുള്ളത്? ഇനി വേറൊരു ഹദീസ് കൂടി കേൾക്കുക. അല്ലാഹുവേ, ഖിയാമത്ത് നാളിൽ മനുഷ്യരെല്ലാവരും പരലോകത്തോട്ട് കടന്നു ചെല്ലുമ്പോൾ യുഹ്ശറുന്നാസു യൗമൽ ഖിയാമ
ഹുഫാത്തൻ ഉറാത്തൻ ഉർലാ, വിവസ്ത്രരായിട്ട് നഗ്നപാതരായിട്ട് പടച്ച റബ്ബിന്റെ പരലോകത്തോട്ട് കടന്നു ചെന്ന് നിൽക്കുമ്പോൾ കത്തി ജ്വലിക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാനാകാതെ ഞാനും നിങ്ങളും തണലന്വേഷിക്കുമ്പോൾ അതാ പടച്ച റബ്ബ് 7 വിഭാഗത്തെ അടുത്തോട്ട് വിളിക്കുകയാണ്. അവർക്ക് അല്ലാഹു തണല് കൊടുക്കുകയാണ്. സബ്അത്തുൻ യദല്ലുഹുമുല്ലാഹ് യൗമ ലാ ദില്ല ഇല്ലാ ദില്ലാ. പടച്ച റബ്ബിന്റെ തണലല്ലാതെ വേറൊരു തണലുമില്ലാത്ത മഹ്ശറയിൽ 7 വിഭാഗത്തിന് അല്ലാഹു തണല് കൊടുക്കുകയാണ്. അതിലൊരു വിഭാഗം ആരെന്നറിയുമോ? റജുലുൻ ഖൽബുഹു തഅല്ലഖും ബിൽ മസാജിദി. പടച്ച റബ്ബിന്റെ പള്ളിയുമായിട്ട് ഹൃദയബന്ധമുണ്ടാക്കിയെടുത്ത മനുഷ്യൻ, ആ മനുഷ്യൻ നാളെ പരലോകത്ത് കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാനാകാതെ പടച്ച റബ്ബിന്റെ അർശിന്റെ തണലിൽ നിലനിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹു ഭാഗ്യം തരുമാറാവട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാവട്ടെ. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തണൽ കൊടുക്കും. അതിലൊരു വിഭാഗം പള്ളിയുമായിട്ട് ബന്ധം കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യനാണ്. അതെല്ലാവരെ കൊണ്ടും സാധിക്കില്ല. പള്ളിയുമായിട്ട് ഒരു അഭേദ്യമായ ഹൃദയംഗമായ ഖൽബുഹു തഅല്ലഖുൻ എന്ന് പറഞ്ഞാൽ ഹൃദയംഗമായ ബന്ധം. എല്ലാ നിലയ്ക്കും പള്ളിയുമായിട്ട് ചേർന്ന് നിൽക്കണം. പള്ളിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കണം. പള്ളിക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തണം എന്ന് നിയത്തുള്ളവൻ, അവനാണ് അർശന്റെ മണൽ. അതെല്ലാവരെ കൊണ്ടും സാധിക്കില്ല. പിന്നെ ആരെ കൊണ്ടാണ് സാധിക്കുന്നതെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഇദാ റഅയ്തുമുർ റജുല യഅതാദുൽ മസ്ജിദ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. പള്ളിയുമായിട്ട് ഹൃദയംഗമായ ബന്ധമുണ്ടാക്കിയെടുക്കുവാൻ ആരെ കൊണ്ടാണ് സാധിക്കുന്നതെന്നറിയുമോ? ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന് പള്ളിയുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. എപ്പോഴും ആ മനുഷ്യൻ പള്ളിയിലാണ്. വീട്, ജോലി, അത് കഴിഞ്ഞാൽ ചന്തയിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ വെയിറ്റിംഗ് ഷെഡിലോ ഒന്നും പോവില്ല. നേരെ പള്ളിയിലോട്ട് കടന്നു വരും. പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കും. എന്നാൽ ആ മനുഷ്യനെ കുറിച്ച് നീ ഉറപ്പിച്ചോണം, അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഈമാനുണ്ട്. ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയുന്നു, ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഈമാനുണ്ട്. ഈമാൻ അല്ലാത്തവർക്ക്, ഈമാൻ ഇല്ലാത്തവർക്ക്, എന്റെ പൊന്നു സഹോദരങ്ങളെ, പള്ളിയുമായിട്ട് ബന്ധപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല. ഇത് നബി തങ്ങളുടെ വാക്കാണ്, നബി തങ്ങളുടെ വാക്കാണ്. പള്ളിയുമായിട്ട് ബന്ധപ്പെടാൻ ഹൃദയത്തിൽ ഈമാൻ ഉള്ളവനെ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരാണ് പള്ളിയിലോട്ട് കടന്നു വരുന്നവർ. അവരെ കുറിച്ച് വീണ്ടും നബി തങ്ങൾ പറഞ്ഞു, ഇന്നലിൽ മസ്ജിദി ഔതാദാ, ഇന്നലിൽ മസ്ജിദി ഔതാദാ. പള്ളിയുമായിട്ട് സജീവമായിട്ട് ബന്ധം പുലർത്തുന്നവർ, അവരുടെ മഹത്വം എന്തെന്നറിയുമോ? അൽ മലായികത്തു ജുലസാഉഹും. അവരുടെ കൂട്ടുകാര് മലക്കുകളായിരിക്കും. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർള്. ആകാശ ഭൂമിയിൽ അല്ലാഹുവിന്റെ പട്ടാളം എന്ന വിശേഷണമുള്ള അല്ലാഹുവിന്റെ മലക്കുകൾ പള്ളിയുമായിട്ട് ബന്ധപ്പെടുന്നവന്റെ കൂട്ടുകാരനായിരിക്കും. നബി തങ്ങളുടെ വാക്കാണ്. ഒരാവശ്യത്തിന് വേണ്ടി അവൻ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മലക്കുകൾ അവൻ എന്തിനു വേണ്ടിയാണ് പുറത്തോട്ട് പോകുന്നതെന്ന് അന്വേഷിക്കും. സ്ഥിരമായിട്ട് പള്ളിയിലോട്ട് കടന്നു വരുന്ന മനുഷ്യനാണ്. എത്ര വയ്യാതെയാണെങ്കിലും പള്ളിയിലോട്ട് കടന്നു വരുന്ന മനുഷ്യൻ, ഒരു സമയത്ത് അവൻ രോഗിയായി, കിടപ്പു രോഗിയായി, ആശുപത്രിയിലായി. എന്നാൽ അവനെ സന്ദർശിക്കുവാൻ മലക്കുകൾ അവിടെ എത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വഇൻ കാനൂ ഫീ ഹാജത്തിൻ ആനുഹും. ളുഹറിന് എല്ലാ സമയത്തും പള്ളിയിലോട്ട് വരുന്നവനാണ്. അസറിന് എല്ലാ സമയത്തും പള്ളിയിലോട്ട് വരുന്ന വ്യക്തിയാണ്. പക്ഷേ അവനൊരു വഖത്ത് വരാൻ സാധിച്ചില്ല. ഒരാവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തോട്ട് പോയി. വഇൻ കാനൂ ഫീ ഹാജത്തിൻ ആനുഹും. അവനെ സഹായിക്കുവാൻ മലക്കുകൾ അല്ലാഹു നിയോഗിക്കുമെന്ന് ഇന്നേ വരെ കള്ളം പറയാത്ത പ്രവാചകൻ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു തരുന്ന പ്രതിഫലം, അസറിന് എല്ലാ സമയവും പള്ളി വരുന്ന മനുഷ്യൻ, ളുഹറിന് എല്ലാ സമയവും പള്ളി വരുന്ന മനുഷ്യൻ, വരാൻ സാധിച്ചില്ല, ഒരാവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തോട്ട് പോയി, ഒഴിച്ചുകൂടാൻ സാധിക്കാത്തൊരാവശ്യം, അവന് ബുദ്ധിമുട്ടേണ്ടി വരില്ല, ക്യൂ നിൽക്കേണ്ടി വരില്ല, പ്രയാസപ്പെടേണ്ടി വരില്ല. മലക്കുകൾ അവനെ സഹായിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വലിയ പ്രതിഫലമുള്ള ഒന്നാണ് പള്ളി, വലിയ മഹത്വമുള്ള ഒന്നാണ് പള്ളി. ഈ മഹത്വത്തെ നമ്മൾക്ക് സൂക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ, ഈ മഹത്വത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ചില കാര്യങ്ങൾ, ആ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പള്ളിയോടുള്ള ബാധ്യത നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. പള്ളിയുമായിട്ട് നമുക്ക് ഹൃദയംഗമായ ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒന്ന്, ഈ പള്ളിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. പള്ളിയെ സ്നേഹിക്കുക, അതുകൊണ്ടുള്ള പ്രതിഫലം എന്താ? മൻ അലിഫൽ മസ്ജിദ അലിഫഹുല്ലാഹ്. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പള്ളിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവനെ അല്ലാഹു സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ച റബ്ബിന്റെ സ്നേഹം കിട്ടുന്ന ഏറ്റവും വലിയ അമലാണ് പള്ളിയെ സ്നേഹിക്കുക എന്നുള്ളത്. രണ്ട്, പള്ളിയിലോട്ട് കടന്നു വരുന്ന മനുഷ്യൻ ചില ആദാബുകൾ പാലിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ ആദാബ് എന്തെന്നറിയുമോ? പള്ളിയിലോട്ട് കാലെടുത്ത് വെക്കുന്ന സമയത്ത് വലത് കാല് വെച്ചവൻ പറയണം അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. അവൻ തിരിച്ചു പോകുമ്പോൾ പറയണം അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. ഈ ദുആ പതിവാക്കണം. പള്ളിയിലോട്ട് കയറുമ്പോൾ, പള്ളിയിലോട്ട് കാലെടുത്ത് വെച്ചു, വലത് കാല് വെക്കണം, എന്നിട്ട് എന്ത് ദുആ ചെയ്യണം? അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. ഇതിന്റെ അർത്ഥം അറിയോ? പടച്ചവനെ, നിന്റെ റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നേരെ നീ തുറന്നിട്ട് തരണേ അല്ലാഹ്. വലത് കാല് വെച്ചിട്ട് ദുആ ചെയ്യണം. ഇനി ഇറങ്ങിപ്പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഇടതുകാല് വെളിയിലോട്ട് വെച്ചിട്ട് പറയണം അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. റബ്ബേ, ഞാൻ നിന്നോട് തേടുന്നു, ദുആ ചെയ്യുന്നു, നിന്റെ ഔദാര്യങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ ദുആ പറഞ്ഞിട്ട് ഇടതുകാല് വെച്ചിട്ട് വേണം പള്ളിയിൽ നിന്ന് വെളിയിലോട്ട് പോകാൻ. ഇങ്ങനെ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ പള്ളിയുടെ മഹത്വം കാത്തു സൂക്ഷിക്കുന്നവനെന്നാണ്. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട്, ഖുർആൻ പറയുന്നു, മൂന്ന്, ഖുർആൻ പറയുന്നു യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശറബൂ വലാ തുസ്രിഫൂ. പള്ളിയിലോട്ട് കടന്നു വരുമ്പോ പരമാവധി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ പള്ളിയിലോട്ട് കടന്നു വരണേ. നിബിതങ്ങൾ പറയുന്നു വതുതയ്യബ, നിങ്ങൾ സുഗന്ധം പൂശണം, വതുനവ്വഫ, ഏറ്റവും നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചിട്ടാകണം നിങ്ങൾ പള്ളിയിലോട്ട് കടന്നു വരേണ്ടത്. ഒരു പൊതുപരിപാടിയിലോട്ട് പോകുമ്പോ നമ്മുടെ ഡ്രസ് കോഡ് നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുവോ അതിനേക്കാളും വലിയ ശ്രദ്ധ വേണം പള്ളിയിലോട്ട് കടന്നു വരുമ്പോ നമ്മുടെ വസ്ത്രധാരണത്തിൽ. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് ഈ സമുദായത്തോട്, ഒരു പ്രമാണിയെ കാണുവാൻ, ഒരാവശ്യം നേടിയെടുക്കുവാൻ, ഉദാഹരണം സ്റ്റേഷനിൽ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും മുന്തിയൊരു വസ്ത്രം ധരിക്കും. MLA കാണാൻ പോകുമ്പോൾ, MP കാണാൻ പോകുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും, അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ സ്ഥാനം കിട്ടുവാൻ. എന്തേ അവനേക്കാളും മഹത്വമുള്ള പടച്ച റബ്ബിന്റെ അടുക്കലോട്ട് വരുമ്പോ നിങ്ങൾ മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നത് നാണമില്ലേ എന്ന് അദ്ദേഹത്തിന്റെ കിതാബിലൂടെ അദ്ദേഹം ചോദിക്കുകയാണ്. ഹനഫി മദ്ഹബ് പ്രകാരം മുഷിഞ്ഞ വസ്ത്രം ഉടുത്തുകൊണ്ട് പള്ളിയിലോട്ട് കടന്നു വരൽ, നമസ്കരിക്കൽ കറാഹത്താണ്. പ്രിയമുള്ളവരെ, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാതെ പള്ളിയിലോട്ട് വരിക, നമസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ്. കറാഹത്തിന്റെ ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. ഏറ്റവും നല്ലത് ധരിക്കാൻ അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. അടുത്ത കാര്യമാണ്, മറ്റുള്ളവർക്ക് അരോചകത്വം ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മളിൽ നിന്നുണ്ടാകാതിരിക്കുക. സ്മെല്ല് സൂക്ഷിക്കുക. ബീഡി വലിച്ചിട്ട് പള്ളിയിലോട്ട് കടന്നു വരുന്നവരുണ്ട്. എത്ര വാ കഴുകിയാലും അവരുടെ വായിൽ നിന്നുള്ള ആ ദുർഗന്ധം നിൽക്കുവോ? ഒരിക്കലും ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു മയ്യത്ത് നിസ്കാരം, ഇമാമത്ത് നിന്നപ്പോ തൊട്ടു പുറകിൽ നിന്ന മനുഷ്യൻ, അദ്ദേഹം ബീഡിയാണ് വലിച്ചിരിക്കുന്നത്, സ്മെല്ല് കാരണം നിൽക്കാൻ കഴിയുന്നില്ല.
നിബിതങ്ങൾ തടഞ്ഞ കാര്യമാണ്. വാ ശുദ്ധീകരിച്ച് ശരീരത്തിലുള്ള ദുർഗന്ധം മാറ്റിയിട്ട് പള്ളിയിലോട്ട് കടന്നു വരണമെന്നുള്ളത് നിബിതങ്ങളുടെ കൽപ്പനയാണ്. ഒരു സ്വഹാബി വിശപ്പ് സഹിക്ക വയ്യാതെ വീടിന്റെ അകത്തിരുന്ന ഉള്ളി കഴിച്ചിട്ട് പള്ളിയിലോട്ട് കടന്നു വന്നു. ആ മനുഷ്യന്റെ വായിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധം. നബിതങ്ങൾ പറഞ്ഞു, പോ, വീട്ടിൽ പോയിട്ട് ശുദ്ധീകരിച്ച് വാ കഴുകി വൃത്തിയാക്കി സുഗന്ധം തേച്ച് പള്ളിയിലോട്ട് വാ. എന്നിട്ട് പട്ടിണി പാവങ്ങളായ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, ഉള്ളി കഴിച്ചിട്ട് എന്റെ പള്ളിയിലോട്ട് നിങ്ങൾ ആരും കടന്നു വരരുത്. കാരണം വായിൽ നിന്നും നിർഗളിക്കുന്ന ദുർഗന്ധം നിമിത്തം തൊട്ടടുത്ത് നിൽക്കുന്നവന് നമസ്കരിക്കാൻ സാധിക്കാതെ വരും. ആ ഹദീസിനെ സമകാലത്തോട് വർത്തമാനകാലത്തോട് വായിച്ചു നോക്കുക, കൂട്ടി വായിക്കുക. വീടി വലിച്ചിട്ട് വാ കഴുകാതെ വൃത്തിയാക്കാതെ പള്ളിയിലോട്ട് വരല്ല്. ദുർഗന്ധം വമിക്കുന്നൊരവസ്ഥ നമ്മളിൽ നിന്നും ഒരാൾക്ക് വരല്ല്. മറ്റൊരുത്തന്റെ നമസ്കാരം ഫസാദായി പോകുന്നൊരവസ്ഥ നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കരുത്. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഏറ്റവും നല്ലൊരു വ്യക്തിയെ, സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ള ഒരു വ്യക്തിയെ കാണുവാൻ വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോ നമ്മുടെ വാ ശുദ്ധീകരിക്കാതെ നമ്മൾ പോവോ? വൃത്തിയില്ലാത്ത വസ്ത്രം ധരിച്ച് നമ്മൾ പോവോ? സുഗന്ധം തേക്കാതെ നമ്മൾ പോവോ? ആരാ? പടച്ച റബ്ബ് നമുക്ക് സർവ്വതും തന്ന് നമുക്കെല്ലാം തന്ന് എല്ലാ നിഅമത്തുകളും തരുന്ന നമ്മളെ പരിപാലിക്കുന്ന പടച്ച റബ്ബ്. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എല്ലാ പ്രമാണിമാരുടെയും നേതാവായ, എല്ലാ ചരാചരങ്ങളുടെയും സൃഷ്ടാവായ പടച്ച റബ്ബ്, ആ പടച്ച റബ്ബ് സന്നിഹിതനായിട്ടിരിക്കുന്ന ഭവനമാണ് അള്ളാഹുവിന്റെ പള്ളി. ആ പള്ളിയോട് മഹത്വം കാണിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഈ പള്ളിയിലോട്ട് കടന്നു വന്നിട്ട് ഒരഴുക്കെടുത്ത് കളഞ്ഞാൽ, ഇവിടെ കിടക്കുന്ന ഒരഴുക്ക് സ്വന്തം കൈകൊണ്ട് എടുത്ത് അത് പുറത്തോട്ട് എറിഞ്ഞു മാറ്റി വൃത്തിയാക്കി കഴിഞ്ഞാൽ അതിന് പോലും പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. പള്ളിയുടെ അകത്തൊരഴുക്ക് കിടക്കുന്നു, പള്ളിയുടെ കാഷ്ടം കിടക്കുന്നു, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു സാധനം കിടക്കുന്നു, അത് വേറെ ആരും ചെയ്യേണ്ട ജോലിയല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ, മുഅദ്ദിന്റെ ജോലിയല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ബ്രഷ് എടുത്തുകൊണ്ട് വന്നു, എന്നിട്ട് അത് സ്വന്തം കൈകൊണ്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ അതിന് പോലും പ്രതിഫലമുണ്ട്. പള്ളിയിൽ നിന്നും ഒരഴുക്ക് സ്വന്തം കൈകൊണ്ട് എടുത്തു മാറ്റി വൃത്തിയാക്കി കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരു ഭവനമുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നുൽ മസ്ജിദ, നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ പള്ളി നിർമ്മിക്ക്, പള്ളിയിൽ നിങ്ങൾ പങ്കാളികളാക്. വഅഖ്റജു അൽ ഉമാമത മിൻഹാ, എന്നിട്ട് ആ പണിത പള്ളിയിൽ നിന്ന് എന്തെങ്കിലും അഴുക്ക് കണ്ടാൽ നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ എടുത്തു മാറ്റി വൃത്തിയാക്ക്. ഫഇന്ന ഇഖ്റാജൽ ഉമാമത മിൻഹാ മഹൂറുൽ ഹൂറുൽ ഈൻ, പള്ളിയിൽ നിന്നും എടുത്തു മാറ്റുന്ന അഴുക്ക് അത് നാളെ സ്വർഗീയ തരുണി മണികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന മഹറാണെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. പള്ളി വൃത്തിയാക്കുന്നവനെ നബിതങ്ങൾ വല്ലാതെ സ്നേഹിച്ചിരുന്നു. അവർക്ക് വേണ്ടി നബിതങ്ങൾ ദുആ ചെയ്തിരുന്നു. സഹോദരങ്ങളെ, മദീനത്തൊരു പെണ്ണുണ്ടായിരുന്നു, ഇംറഅത്തുൻ സൗദാ, കറുത്ത വിരൂപിയായ ഒരു പെണ്ണ്, ആരും നോക്കാത്ത ഒരു പെണ്ണ്, ആരും അംഗീകരിക്കാത്ത ഒരു നിലയും വിലയും ഇല്ലാത്ത പെണ്ണ്. പക്ഷെ ആ പെണ്ണ് സുബഹിക്ക് ശേഷം പള്ളിയിലോട്ട് കടന്നു വരും. ആരുമില്ലാത്ത സമയത്ത് മദീനത്തെ പള്ളിയുടെ മുൻഭാഗം ഇങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കിയിടും. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു നീണ്ട യാത്ര കഴിഞ്ഞിട്ട് മദീനത്തെ പള്ളിയിലോട്ട് സുബഹി നിസ്കരിക്കാൻ വന്നു. അവിടുന്ന് ഇബാദത്ത് ചെയ്ത് എല്ലാം കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ഈ പെണ്ണ് വരുന്ന സമയമായി. പക്ഷെ ആ പെണ്ണ് വന്നില്ല. സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, ഇന്നതുപോലെ പള്ളി വൃത്തിയാക്കാൻ വേണ്ടി കടന്നു വരുന്ന ആ കറുത്ത വിരൂപിയായ പെണ്ണെവിടെ? സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് ആ പെണ്ണിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ? വരുന്നതും വൃത്തിയാക്കുന്നതും പോകുന്നതും അങ്ങ് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, 2 ദിവസം മുമ്പ് ആ പെണ്ണ് മരണപ്പെട്ടു പോയി നബിയെ. ഇന്ന സ്ഥലത്ത് ആ പെണ്ണിനെ കബറടക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്റെ ആ മരണ വാർത്ത എന്നെ നിങ്ങൾ അറിയിച്ചില്ല? ഞാൻ വന്ന് കയറിയതും നിങ്ങൾ അറിയിക്കേണ്ടതായിരുന്നല്ലോ. സ്വഹാബത്ത് നബിതങ്ങളുടെ മുന്നിൽ ക്ഷമാപണം നടത്തി. എന്നിട്ട് നബിതങ്ങളെ കൊണ്ടുപോയിട്ട് ആ ഖബർ കാണിച്ചു കൊടുത്തു. ചരിത്രത്തിൽ കാണാം, ഫസല്ല അലൈഹ, ആ പെണ്ണിന് വേണ്ടി ദുആ ചെയ്തു ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസാരയായ ഒരു പെണ്ണ് പള്ളിയെ സ്നേഹിച്ചു, പള്ളി വൃത്തിയാക്കി,
പള്ളിയുടെ ഖിദ്മത്തിൽ സേവനത്തിൽ കഴിഞ്ഞുകൂടി എന്നൊരൊറ്റ കാരണത്താൽ നബി തങ്ങൾ ആ ഖബറിന്റെ അരികിലോട്ട് കടന്നു ചെന്നു. പള്ളി വൃത്തിയാക്കുക എന്നുള്ളത് അതാരെങ്കിലും ഒരാൾക്ക് ക്ലിപ്തമായൊരു ജോലിയല്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പൊതുബാധ്യതയാണ്. നമ്മൾ ഒരാൾക്ക് കണ്ടോ നമ്മുടെയാണ്, ഈ പള്ളിയുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ മുഅദ്ദിനും ഉസ്താദിനും മാത്രം പറഞ്ഞ കണിയല്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്തതായിട്ട് നബി തങ്ങൾ പറയുന്നു, സയകൂനു ഫീ ആഖിരിസ് സമാനി റിജാൽ യഖ്തൂനൽ മസാജിദ. അവസാന കാലഘട്ടമാകുമ്പോൾ ഈ പള്ളിയിലോട്ട് ചില ആളുകൾ കടന്നു വരും. അവര് നമസ്കരിക്കുന്നവരായിരിക്കും, ഇബാദത്ത് ചെയ്യുന്നവരായിരിക്കും, പള്ളിയുമായിട്ട് സജീവമായിട്ട് ബന്ധപ്പെടുന്നവരായിരിക്കും. പക്ഷേ അവരെന്തിനു വേണ്ടിയാണ് കടന്നു വരുന്നതെന്നറിയുമോ? അവരുടെ കൂട്ടുകാരെ കണ്ട് വർത്തമാനം പറയാനായിരിക്കും. അവരുടെ കൂട്ടുകാരെ കാണാൻ. നിസ്കാരമെല്ലാം അതിന്റെ വഴിക്ക് നടക്കും, വേറൊരു വഴിക്ക് കൂട്ടുകാരെ കാണണം, സംസാരിക്കണം. പള്ളിയിൽ ദുന്യവിയായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം, ചില തീരുമാനങ്ങൾ എടുക്കണം, സുഖവിവരങ്ങൾ അന്വേഷിക്കണം എന്ന നീയത്തുമായിട്ട് ചില ആളുകൾ അവസാന കാലഘട്ടത്തിൽ പള്ളിയിലോട്ട് നമസ്കരിക്കണമെന്ന വ്യാജേന കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവരോട് 1% പോലും നിങ്ങൾ സഹവർത്തനം ഉണ്ടായിരിക്കരുത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. 1% പോലും അവരെ നിങ്ങൾ അടുപ്പിക്കരുത്. കാരണം അവരെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞു, അൽ ഹദീസു ഫിൽ മസ്ജിദി യഅകുലുൽ ഹസനാത്ത് കമാ തഅകുലുൽ ബഹായിമ അൽ ഉഷ്ബ. വന്യമൃഗങ്ങൾ, അതല്ലെങ്കിൽ പച്ചിലകൾ തിന്നുന്ന മൃഗങ്ങൾ എത്ര പെട്ടെന്നാണോ അവർ പച്ചില കടിച്ച് മുറിച്ച് തിന്നു തീർക്കുന്നത്, അതിനേക്കാളും വേഗത്തിൽ പള്ളിയിൽ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ സംസാരം കൊണ്ട് അവന്റെ എല്ലാ അമലുകളും നിഷ്പ്രയാസം അതില്ലാതായി തീരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ വന്ന് നിസ്കരിക്കുക, നിസ്കാരം ഇവിടെ തന്നെ കളയുക, എന്നിട്ട് വീട്ടിലോട്ട് മടങ്ങുക. പച്ച മലയാളത്തിൽ പറഞ്ഞ അതാണ് അതിന്റെ അർത്ഥം. അള്ളാഹു കാക്കുമാറാവട്ടെ. അവരോട് 1% പോലും നിങ്ങൾ സഹവർത്തനം ഉണ്ടായിരിക്കരുത്. ഇത് നബിതങ്ങളുടെ വാക്കാണ്. ഇത് നബിതങ്ങളുടെ വാക്കാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബ്ഹി നമസ്കരിച്ചിട്ട് പള്ളിയിൽ ഇശ്റാഖിന്റെ നേരം വരെ ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ സമയത്ത് 2 ചെറുപ്പക്കാര് വല്ലാതെ ശബ്ദത്തിൽ സംസാരിക്കുന്നത് കണ്ടു. തന്റെ പ്രിയപ്പെട്ട സ്വഹാബീനെ വിളിച്ചിട്ട് ആ 2 ചെറുപ്പക്കാരെയും മുന്നിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. 2 പേരെയും ഹാജരാക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? അവര് പറഞ്ഞു, ഞങ്ങൾ യമനിൽ നിന്നാണ് കടന്നു വരുന്നത്. ഈ മദീനയിലുള്ളവരല്ല, ഞങ്ങൾ യമനിൽ നിന്നാണ് കടന്നു വരുന്നത്. അവിടുന്ന് പറഞ്ഞു, ലൗ കുന്തുമാ അഹ്ലൽ മദീന, നിങ്ങളെങ്ങാനും മദീനക്കാരായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ അടിച്ചേനെ, നിങ്ങൾക്ക് ഞാൻ പ്രഹരമേൽപ്പിച്ചേനെ എന്ന് പറഞ്ഞു മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അതാണ് പള്ളിയിൽ, ഇസ്ലാമിക നീതിന്യായ വ്യവസ്ഥയിൽ പള്ളിയിൽ കിടന്ന് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവനെ വേണ്ട രീതിയിൽ അവന് ശാസനം നൽകണം, അവന് പ്രഹരം നൽകണം, ശിക്ഷ നൽകണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ തത്വം. അള്ളാഹു നമ്മൾക്കൊക്കെ പള്ളിയുടെ ഹുർമത്ത് കാത്തു സൂക്ഷിക്കുവാനുള്ള തൗഫീഖ് തരുമാറാവട്ടെ. പള്ളിയോടുള്ള ബഹുമാനം നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. ചില മഹല്ലുകളിൽ പൊതുയോഗം നടക്കുന്നത് പള്ളിയുടെ അകത്താണ്. ചില മഹല്ലുകളിൽ പൊതുയോഗം നടക്കുന്നത് പള്ളിയുടെ അകത്ത്. അത്ഭുതപ്പെടാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അള്ളാഹുവെ, പള്ളിയുടെ അകത്ത് ഉസ്താദ് മിമ്പറിലോട്ട് കയറുന്നതിന് മുമ്പ് പള്ളിയുടെ അകത്ത് അടി നടക്കുന്നു. എത്രത്തോളം ഈ സമുദായം മതം പതിച്ചു എന്നതോടുകൂടി നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. പള്ളിയുടെ അകത്ത് പൊതുയോഗം കൂടുന്നു, ദുനിയാവിയായ കാര്യങ്ങൾ സംസാരിക്കുന്നു, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. അതിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ജമാഅത്ത് വിഭിന്നമാണ്. ആ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അവസാനമായിട്ട് നബി തങ്ങൾ പറഞ്ഞു, മൻ തഖത്തഅ റിഖാബൻ നാസി യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം അവസാനം കടന്നു വരുന്ന മനുഷ്യൻ മുന്നിലിരിക്കുന്ന സത്യവിശ്വാസികളുടെ പെരടി മുറിച്ച് കടന്ന് മുന്നിലോട്ട് കടന്നു വന്നാൽ, എന്ന് പറഞ്ഞാൽ കാലെടുത്ത് മുന്നോട്ട് വെച്ച് ഇങ്ങനെ കടന്നു വന്ന് മുന്നിൽ വന്നിരുന്നു കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച ദിവസം, ഹദീസാണ്, എന്റെ വകയല്ല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അവൻ നരകത്തിലേക്ക് പാലം പണിയുന്നു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം വന്നാൽ പള്ളിയുടെ മുന്നിൽ, അവസാനം വന്നാൽ പള്ളിയുടെ പിറകിൽ. ഇതാണ് ഈ ഹദീസുകളുടെ വിവക്ഷ. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ.
പള്ളിയോടുള്ള ഹുർമത്ത് കാത്തു സൂക്ഷിക്കുവാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാവട്ടെ. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആരാണ് പള്ളി പരിപാലിക്കേണ്ടവനെന്നറിയുമോ? ആരാണ് പള്ളിയുടെ പരിപാലന സമിതിയിൽ ഇരിക്കേണ്ടവനെന്നറിയുമോ? പള്ളിയുടെ മഹത്വങ്ങൾ തിരിച്ചറിഞ്ഞവനായിരിക്കണം പള്ളിയുടെ അധികാര സമിതിയിലോട്ട് കടന്നു വരേണ്ടവൻ എന്ന് മഹാനായ സയ്യിദുന ഷാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി. അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയോട് ഏറ്റവും നല്ല രീതിയിൽ സമീപനം പുലർത്താൻ അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. മഹല്ലിന്റെ ഉന്നതത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ, അശ്രാന്ത പരിശ്രമം നടത്തുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം തരുമാറാവട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.